വെള്ളവും വസ്ത്രവും അങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്കെതിരായി നാടെങ്ങും വലിയ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഈ അടുത്താണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് ഹയ എന്ന് പറയുന്നൊരു പിഞ്ചുകുട്ടിയുടെ ഒരു കത്ത് നമ്മൾ കാണാനിടയായി. എന്തായിരുന്നു കത്ത്? അവസാന സമയത്ത് താൻ എഴുതുന്ന വസിയത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ കത്ത് ആരംഭിക്കുന്നത്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? തീഗോളങ്ങളാൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞ പാതിരാവിൽ ഞാൻ എഴുതുന്ന വസിയത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ഈ ഐക്യദാർഢ്യ പ്രകടനത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഇന്ന് ആ പിഞ്ചുമോള് ഇന്ന് ഈ ലോകത്തുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് അവിടുത്തെ മനുഷ്യ ശരീരങ്ങളാകെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ വൈകിയവേളയിൽ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ഡിവൈഎഫ്ഐയുടെ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് മനു ശങ്കറാണ്. മനു ശങ്കറിനെ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് അമൽ സോഹനാണ്. അമൽ സോഹനെ ഈ യോഗത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിനകത്ത് മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിട്ടുള്ള റംസാദ് എന്ന് പറയുന്ന അധ്യാപകൻ പങ്കെടുക്കുന്നുണ്ട്. സാറിനെയും ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ അഭിവാദനം. യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് അമൽ സോഹൻ. നമ്മുടെ ഈ യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് കെ പി മനു ശങ്കർ, യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന റംഷാദ് മാഷി ഉൾപ്പെടെയുള്ള ജൻസി ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഇന്ന് ഡിവൈഎഫ്ഐ ഈ കഴിഞ്ഞ 20 ഇന്ന് വരെ കേരളത്തിനകത്തെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും സമാനമായി നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനാധാരമായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുള്ള സഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി. 945ഓടെയാണ് ലോകത്തിനകത്തെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് അവസാനം കുറിച്ചുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. 7.5 ബില്യൺ വരുന്ന ജനങ്ങളാണ് ആ വലിയ യുദ്ധത്തിൻ്റെ കെടുതിയുടെ ഭാഗമായി മരണപ്പെടുകയും 10 മില്യൺ ജനങ്ങൾക്കപ്പുറത്തേക്ക് ഇതിൻ്റെ ഭാഗമായി യുദ്ധം ബാധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ അതിനുശേഷം ഇന്ന് നമ്മുടെ ലോകം കണ്ട എണ്ണത്തിൽ ചെറുതാണെങ്കിലും ലോകത്തിലെ ഏറ്റവും പൈശാചികമായ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 2 വർഷമായി ലോകത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വം ലോകത്തിലെ ഒരു കൊച്ചു രാജ്യമായുള്ള പാലസ്തീനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരവും പൈശാചികവുമായുള്ള പ്രവൃത്തി അതിൻ്റെ അവസാന പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുക. ആ രാജ്യത്തെ മനുഷ്യരെ ആകെ ആ നാട്ടിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്തിന്മേൽ അവിടെ നിന്ന് കൊന്നുകളയുകയും തുടച്ചു നീക്കുകയും ചെയ്യുന്ന സയണിസ്റ്റ് രാഷ്ട്രീയത്തിന് വേരുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നത് ലോകത്തിലെ മുതലാളിത്തത്തിൻ്റെ അപ്പോസ്തലന്മാരാണെന്ന് സ്വയം വിശ്വസിക്കുകയും ലോക പോലീസ് ചമഞ്ഞ് ലോകത്തിനകത്ത് അധിനിവേശമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഭാഗമായി ഇന്ന് വരെയുള്ള കണക്കൊക്കെ പുറത്തു വരുന്ന കണക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ വസ്തുതയിൽ നിന്ന് 40% പോലും കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്നില്ല. ഇന്ന് ഈ ഔദ്യോഗികമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ 65,000 പേരോളമാണ് ഈ രാജ്യത്തിനകത്ത് ഈ ഘട്ടത്തിൽ മരിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി നമ്മൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ വെറും 60% മാത്രം വിസ്തൃതിയുള്ള ഒരാകെ രാഷ്ട്രത്തിൽ നമ്മുടെ എറണാകുളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഈ പട്ടണത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഗാസ മുനമ്പും
വെസ്റ്റ് ബാങ്കും എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി 17,000-ഓളം വരുന്ന കുട്ടികളെ കൊന്നുതള്ളുന്നതിന് വേണ്ടി ആശുപത്രികളും സ്കൂളുകളും തകർക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളെയും ഇനിയൊരു കുട്ടിക്കും ജന്മം നൽകരുത് എന്ന് ഇവിടെ നെതന്യാഹുവും സയണിസവും ഇസ്രായേലും തീരുമാനിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നതിന് വേണ്ടി ലോക പോലീസ് ചമഞ്ഞു നടക്കുന്ന അമേരിക്ക തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അതിന് വേണ്ട വെടിക്കോപ്പും അതിനുവേണ്ട ആയുധവും നൽകി അതിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്.